അസ്സലാമലൈക്കും. മിറ്റു ഫാമിലി ബ്ലോഗീസ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അൽഹംദുലില്ലാ 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 ബിസ്മില്ലാ. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ നമുക്ക് സുഖാണ് കേട്ടോ. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് എന്റെ ഭർത്താവിന്റെ ആണ്ടാണ്. അപ്പൊ 1 വർഷമാവുന്നു ആണ്ടാണ്. അപ്പൊ അവിടേക്ക് എനിക്ക് പോകണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലൈവായിട്ട് വന്നത്. എല്ലാവരോടും കമന്റിനൊന്നും റിപ്ലൈ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇന്നത്തെ. എന്താന്ന് വെച്ചാൽ അങ്ങനെയാണ്, നമ്മൾ എടുത്തു വെച്ചതായത് കൊണ്ടായിരിക്കാം. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്നത്തെ നമ്മളെ പ്രധാനപ്പെട്ട ഒരു അറിവാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. എല്ലാവരും ചൊല്ലുന്നതാണ് സ്വലാത്തൊക്കെ. പൊതുവേ നമ്മൾ ചൊല്ലുന്നതാണ്. ചൊല്ലാത്തവർ ഇനിയെങ്കിലും നിങ്ങൾ ചൊല്ലാത്തവർ നമ്മളെ റസൂലുള്ളാഹിന്റെ പേരിൽ ചൊല്ലുക. അതാണ്. ഇന്ന് തിങ്കളാഴ്ച രാവാണ്. എല്ലാവർക്കും അറിയുന്ന സൺഡേ, ചിലർക്ക് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും നിങ്ങളുടെ മുന്നിൽ ഒരു ചെറിയൊരു ഇതാണ് കേട്ടോ, വലിയ നീട്ടുന്നൊന്നുമില്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എൻ്റെ പ്രിയപ്പെട്ടവർ. ഇന്നലെയൊക്കെ നമ്മൾ ലൈവ് എടുത്തിട്ട് ഒരുപാട് വാട്സപ്പിൽ വന്ന ഒരുപാട് സംശയങ്ങൾ ആസ്പദമാക്കിയിട്ട് നമ്മളോട് ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഖുർആനിലെ ആണോ, പിന്നെ ഇതെങ്ങനെ ചൊല്ലേണ്ടത്, ഇതെങ്ങനെ ഇതാകേണ്ടത്, കുറെ ആൾക്ക് മനസ്സിലാകാതെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് ആ ഒരു വീഡിയോ ആയിട്ട് നല്ല സമാധാനത്തിനൊക്കെ എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയും. അതിനാ ചെയ്തു വെച്ചിട്ട് പിന്നീട് ഞാൻ അപ്ലോഡ് ചെയ്യും. ഒരുപാട് ആളങ്ങനെ ചെയ്യണം, അതുമാക്കി സ്ക്രീനിൽ കാണിച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പിന്നെ വാട്സപ്പിലൊക്കെ വരുന്നുണ്ട്. സംശയങ്ങളും ഒരുപാടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട്, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ചെയ്തോ. ചെയ്യണ്ടെന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് എനിക്ക് അതേപോലെ ആവണം, എനിക്ക് പിന്നെ അത് നല്ല സൗന്ദര്യം വേണം, കെമിക്കലൊന്നും ചേർക്കാത്തൊരിതല്ലേ നമ്മൾ നാവ് കൊണ്ട് നമുക്ക് ചൊല്ലാൻ പറ്റിയ, ഒരു പൈസ ചെലവും ഫ്രീയോ ഒന്നും വേണ്ട അല്ലേ. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും അങ്ങനെ ചെയ്യാം. അത് ഉൾക്കൊള്ളുന്നവര് എന്താണ് അങ്ങനെയൊക്കെ ചെയ്യാം. അതൊരു ദുആ ആണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ദുആ ആണ്. സൂറത്ത് നൂറിലെ പിന്നെ അതിലെ ഓരോ കാര്യങ്ങൾ പറയുന്നത്, എന്നാലും അതൊരു ദുആ ആണ്. പിന്നെ ബാക്കിയുള്ളതിൽ ഇസ്മാണ്, സ്വലാത്താണ്. നമ്മൾ ഫസ്റ്റ് സ്വലാത്തൊക്കെ ചൊല്ലിയിട്ടാണ് അത് ചൊല്ലിയിട്ട് ഇതാക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ. പിന്നെ ഒരു കാര്യം, പിന്നെ നിങ്ങൾ സ്വലാത്തുൽ മജ്ലിസ് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാവണം. അത് നമ്മളെ തഹ്ലീൽ നമ്മൾ ഈ 3 മാസം കൊണ്ട് പൂർത്തിയാക്കുന്ന ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. അതിലേക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരിക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വലാത്തുൽ ഫാത്തിഹിന്റെ ഗ്രൂപ്പ് ഉണ്ട്, ജനത്തിലെ കൂട്ടുകാർ. അതിലും കുറച്ചാൾ പെൻഡിങ് ഉണ്ട് കേട്ടോ. നമ്മളെ വാട്സപ്പിൽ ഓരോരു ഇത്തമാർ സഹോദരിമാർ അതിലേക്ക് വന്നിട്ട് നമ്മൾ ഏഡാക്കൂ എന്ന് പറഞ്ഞിട്ട് വരുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഏഡാക്കാം. നിങ്ങൾ തിങ്കളാഴ്ച രാവിലെ ഇന്ന് എന്തായാലും ഏഡാക്കും. നിങ്ങൾ പിന്നെ ചൊല്ലി വെച്ച സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലി വെച്ച സ്വലാത്തുൽ ഫാത്തിഹ തീർച്ചയായിട്ടും അവിടെ വെച്ചിട്ട് ആ ഗ്രൂപ്പിലേക്ക് ആഡ് ആക്കുമ്പോൾ ഗ്രൂപ്പിലേക്ക് ഇട്ടോളൂ കേട്ടോ. 101 സ്വലാത്തുൽ ഫാത്തിഹാണ് നമ്മൾ ചൊല്ലാൻ പറഞ്ഞത്. ആ 101 സ്വലാത്തുൽ ഫാത്തിഹയും നിങ്ങൾ തീർച്ചയായിട്ടും ചൊല്ലി വെക്കണം. എന്നിട്ട് നിങ്ങൾ ഇന്ന് രാത്രി ആവുമ്പോഴത്തേക്ക് നിങ്ങൾ ആഡ് ആക്കും. എന്നേരം നിങ്ങൾ അതിലേക്ക് ഇട്ടാൽ മതി കേട്ടോ. സ്ഥിരമായിട്ട് ചൊല്ലണം. ഒരു ദിവസം പോലും മുടങ്ങാൻ പാടില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. നല്ല നിയത്തോടു കൂടി, എനിക്ക് അത്ഭുത ഫലം കാണണം എന്ന നിയത്തോടു കൂടി നിങ്ങൾ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ ടോപ്പിക് നമ്മളെ സ്വലാത്തിനെ കുറിച്ചാണ്. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ ദിവസം 10 സ്വലാത്ത് മരണം വരെ മുടങ്ങാതെ ചൊല്ലിയാലുള്ള 4 വലിയ പ്രതിഫലമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. 4 ഒരുപാട് പ്രതിഫലമുണ്ട്. എന്നാലും ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിൽ 4 പ്രതിഫലമാണ് കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കൂലേ? നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കൂലേ എൻ്റെ പ്രിയപ്പെട്ടവരെ? എൻ്റെ മുത്തുമണികളെ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യണം കേട്ടോ. കമന്റിൽ നിങ്ങളെല്ലാ അഭിപ്രായം അതിൽ എഴുതിയിടണം. പിന്നെ പരമാവധി നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക എൻ്റെ പ്രിയപ്പെട്ടവർ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തിയാലാണ് നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുന്നിലേക്ക് വരും. ഇന്നത്തെ ടോപ്പിക് ഇന്ന് തിങ്കളാഴ്ച രാവ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു മുത്താ ഹബീബിന്റെ പേരിൽ സ്വലാത്തിന്റെ കാര്യം പറയാൻ വന്നത്. ഓക്കെ,
അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? സ്വലാത്ത് നിത്യേന ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ. സ്വലാത്തിന്റെ നാവാക്കി മാറ്റണം നമ്മൾ. അപ്പൊ ഓരോന്നിനും നമ്മൾ പറഞ്ഞു തരാം ഇൻഷാ അല്ലാ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ആരും ലൈവിൽ നിന്ന് പോകാൻ പാടില്ല. എല്ലാവരും ശ്രദ്ധിച്ചിട്ട് കേൾക്കണം ഇൻഷാ അല്ലാ. ഒന്നാമത്തത് അസ്രായിൽ അലൈഹിസ്സലാം സ്വലാത്ത് 10 സ്വലാത്ത് ചൊല്ലുന്നവരുടെ 10 സ്വലാത്ത് മരണം വരെ മുടങ്ങാതെ ചെല്ലുന്നവർക്കുള്ള പ്രതിഫലമാണ് 10. നമ്മൾ ഒരുപാട് ചൊല്ലുന്നവരാണ് അല്ലേ? 10 പോലും ചൊല്ലാത്തവർക്കുള്ള നഷ്ടം നിങ്ങൾ മനസ്സിലാക്കുക. 10 സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വലാത്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, മുത്തായ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത്. അത് നിങ്ങൾ എന്താണ് നിത്യേന ഒരു 10 സ്വലാത്ത് പതിവാക്കിയ ഉള്ളവർക്കുള്ള പ്രതിഫലാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തത് അസ്രായിൽ അലൈഹിസ്സലാം അയാളുടെ റൂഹ് പിടിക്കുന്നത് നബിമാരുടെ റൂഹ് പിടിക്കുന്നത് പോലെ, തേനിൽ നിന്ന് നൂല് വലിക്കുന്നത് പോലെ ആയിരിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒന്നാമത്തത് അസ്രായിൽ അലൈഹിസ്സലാം അയാളുടെ റൂഹ് പിടിക്കുന്നത് നബിമാരുടെ റൂഹ് പിടിക്കുന്നത് പോലെ, തേനിൽ നിന്നും നൂല് വലിക്കുന്നത് പോലെ ആയിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, 10 സ്വലാത്ത് ചൊല്ലിയാൽ. അപ്പൊ നമ്മളെല്ലാം ഒരുപാട് 1000 സ്വലാത്ത് ചെല്ലുന്നവരുണ്ട്, 2000 സ്വലാത്ത് ചെല്ലുന്നവരുണ്ട്. അപ്പൊ പിന്നെ അത് പറയണ്ട എൻ്റെ പ്രിയപ്പെട്ടവരെ. അപ്പൊ 10 സ്വലാത്ത് ചൊല്ലിയാനുള്ള നേട്ടം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. മുത്തായ ഹബീബിന്റെ പേരിൽ, എൻ്റെ മുത്തായ ഹബീബിന്റെ പേരിൽ 10 സ്വലാത്ത് ചൊല്ലിയാനുള്ള നേട്ടം, ഈ പ്രതിഫലാണ് എൻ്റെ പ്രിയപ്പെട്ടവർ. ആരും അത് മിസ്സാക്കരുത്. ഒരു ദിവസം പോലും മുടങ്ങരുത്. ഒരു ദിവസം ഒരുപാട് ആള് പിന്നെ പതിവാക്കി ചൊല്ലുന്നവരുണ്ട്, സ്ഥിരമായിട്ട് ചൊല്ലുന്നവരുണ്ട്. എന്നാലും പ്രിയപ്പെട്ടവരെ, ചിലർ സ്ഥിരമായിട്ട് ചൊല്ലുന്നവരുണ്ട്, ആ പകുതിക്കൊന്ന് ചൊല്ലാണ്ട് പോകുന്നവരുണ്ട്. എന്നാലും 10 സമയം ഇല്ലെങ്കിലും നിങ്ങൾ 10 ചൊല്ലാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. 10 നിങ്ങൾ ചൊല്ലണം. എന്തായാലും 10 സ്വലാത്ത് നിങ്ങൾ നിയ്യത്ത് വെക്കുക. ഇന്ന് മുതൽ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചൊല്ലൂല്ലേ? 10 സ്വലാത്ത് ചൊല്ലാത്തവര് നിങ്ങൾ ഇന്ന് മുതൽ ചൊല്ലൂല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ? അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ചൊല്ലണം. അതിനു വേണ്ടിയിട്ടാണ് മടിയൊക്കെ എന്താണ് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മളിങ്ങനെ ചൊല്ലു എന്ന് പറയുമ്പോൾ അവർ ചൊല്ലിയിടും. അതിലും ചൊല്ലിയിടാത്തവരുണ്ട്, മടി ഉള്ളവരുണ്ട്, ഇതൊക്കെ ചൊല്ലാനുള്ള മടിയുള്ളവരുണ്ട്. അപ്പൊ ഓരോ ഇങ്ങനത്തുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വന്നാൽ നിങ്ങൾക്ക് അത് ചൊല്ലിയിടാൻ കഴിയും. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഗ്രൂപ്പിലേക്ക് വരൂ എന്നൊക്കെ പറയുന്നത്. ഒക്കെ നമ്മളെ മജ്‌ലിസിൽ പങ്കെടുക്കുക, സ്വലാത്ത് മജ്‌ലിസിൽ പങ്കെടുക്കുക, എന്നിട്ട് നമ്മളെ കൂടെ സ്വലാത്ത് ചൊല്ലുക. എപ്പോഴും വെള്ളിയാഴ്ച രാവ് സ്വലാത്തുൽ മജ്‌ലിസ് ഉണ്ട്, രാത്രി 8 PM. അപ്പൊ നിങ്ങൾ സ്വലാത്ത് ചൊല്ലില്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ? പരമാവധി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. എല്ലാവരും എത്തട്ടെ, സ്വലാത്ത് ചൊല്ലാത്തവർക്കൊക്കെ എത്തട്ടെ. നിങ്ങളാലൊക്കെ അതിനുള്ള പ്രതിഫലം കിട്ടും കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും പ്രതിഫലം കിട്ടും എൻ്റെ പ്രിയപ്പെട്ടവരെ. അപ്പൊ രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു അസ്രായിൽ അലൈഹിസ്സലാം അയാളുടെ റൂഹ് പിടിക്കുന്നത് നബിമാരുടെ റൂഹ് പിടിക്കുന്നത് പോലെ, തേനിൽ നിന്ന് നൂല് വലിക്കുന്നത് പോലെ ആയിരിക്കും. ഒന്നാമത്തത് 4 കാര്യങ്ങൾ ഇപ്പൊ പറയുന്നുള്ളൂ. ഒരുപാട് കാര്യങ്ങളുണ്ട് സ്വലാത്ത് ചൊല്ലുന്നതിനുള്ള നേട്ടങ്ങൾ. രണ്ടാമത്തത് മീകായിൽ അലൈഹിസ്സലാം അവൻ ചെമ്പിന്റെ ഭൂമിയായി മഹ്ശറിൽ ഒരു ചാൺ മുകളിൽ സൂര്യൻ നിൽക്കുമ്പോൾ, തലച്ചോറ് മുഖത്തിലൂടെ ഒഴുകുമ്പോൾ അവനെ ഔദുൽ കൗസർ കുടിപ്പിക്കും എന്നാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. 10 സ്വലാത്ത് ചൊല്ലിയാൽ എന്താണല്ലേ? അപ്പൊ നിങ്ങൾ ആരെങ്കിലും മുടക്കുവോ? ഈ ഇത്ര നല്ല ഓഫറാണ് അള്ളാഹു തരുന്നത്. 10 മുത്തായ നബി തങ്ങളുടെ പേരിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ തങ്ങളുടെ പേരിൽ 10 സ്വലാത്ത് ചൊല്ലിയാലുള്ള നേട്ടം, നിങ്ങൾക്ക് ഗുണം. എന്റെ പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായിട്ട് ഒരു 10 സ്വലാത്ത് ചൊല്ലാത്തവര് 10 സ്വലാത്ത് ഇന്ന് മുതൽ ചൊല്ലിക്കോളൂ. മീകായിൽ അലൈഹിസ്സലാം അവൻ ചെമ്പിന്റെ ഭൂമിയായി മഹ്ശറിൽ ഒരു ചാൺ മുകളിൽ സൂര്യൻ നിൽക്കുമ്പോൾ, തലച്ചോറ് മുഖത്തിലൂടെ ഒഴുകുമ്പോൾ അവനെ ഔദുൽ കൗസർ കുടിപ്പിക്കുമെന്നാണ്. നിങ്ങൾ ചിന്തിച്ച്, നിങ്ങൾക്ക് അതിന്റെ ഗൗരവം അറിയാത്തോണ്ടാന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ. ചിലര് സ്വലാത്തൊന്നും മൈൻഡ് ആക്കാതെ ചെയ്യുന്നവരുണ്ട്. നമ്മൾ മുത്തായ ഹബീബിന്റെ പേര് ചൊല്ലുന്നതിനുള്ള ഇതൊക്കെ പ്രതിഫലം നിങ്ങൾ കേട്ടില്ലേ? ഇതൊന്നും വെറുതെ അല്ല ഇതൊന്നും പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും
പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യും, എല്ലായിടത്തും എത്തട്ടെ. സ്വലാത്ത് ചൊല്ലാത്തവർക്കൊക്കെ ഇത് മനസ്സിലാകട്ടെ, അവരെ ഉൾക്കൊണ്ട് ഇനി മുതലെങ്കിലും അവരെ സ്വലാത്ത് ചൊല്ലട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ചൊല്ലട്ടെ. ഇപ്പൊ 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനി 3-മത്തെ കാര്യം പറയട്ടെ. നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അത് ഉള്ളവരുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാൽ അത് പറയാൻ കാരണം എന്ന് വെച്ചാല്, ഇന്നലെ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ ഇന്നലെ വാട്സപ്പിൽ ഒരുപാട് ആള് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് സഹോദരന്മാർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പിൽ ആഡ് ആക്കൂന്ന്. പക്ഷെ സഹോദരന്മാരെ, നിങ്ങൾ ചൊല്ലിക്കോ. പക്ഷെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഗ്രൂപ്പാണ്. ഒരു സഹോദരൻ, നിങ്ങൾക്കറിയണോ പ്രിയപ്പെട്ടവരെ? 2 കാര്യം പറഞ്ഞ അവിടെ വെച്ചിട്ടുണ്ട്. ഒരു സഹോദരൻ വന്നിട്ട് സഹോദരനാണെന്ന് മനസ്സിലാക്കിയിട്ടവരൊന്ന് നിങ്ങൾ എന്നെ പ്ലീസ് ഒന്ന് ആ ഗ്രൂപ്പിൽ ആഡ് ആക്കൂ. അതെന്തിനാണ്? പെണ്ണുങ്ങളെ ഗ്രൂപ്പിൽ എന്തിനാണ് നിങ്ങൾക്ക് വിചാരിച്ചാൽ നടക്കും. എന്തിന്? പെണ്ണുങ്ങളെ നമ്പറൊക്കെ എടുത്തിട്ട് അവരെ വിളിക്കാനാ, ശല്യപ്പെടുത്താനാ? എനിക്ക് എന്നെ ശല്യപ്പെടുത്തുമ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ എന്തായാലും പബ്ലിക് ഇടുന്നു. അവർക്കൊന്നും പബ്ലിക്കും യൂട്യൂബൊന്നും ഇല്ല. അപ്പൊ അവർക്ക് നിങ്ങൾക്ക് എന്ത് വശീകരിക്കാം. അത് ഞാൻ സാധിക്കില്ല, അത് ഞാൻ കൂട്ടുപിടിക്കില്ല. ഞാൻ തെറ്റ് ചെയ്യുന്നില്ലെങ്കിലും മറ്റുള്ളവരെ തെറ്റ് ചെയ്യിപ്പിക്കാൻ ഞാൻ വിടില്ല. അത് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. എന്റെ ലൈവിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും ആയിട്ട് വരണ്ട. നിങ്ങൾ വിചാരിച്ച നടക്കും. ആ ഗ്രൂപ്പിൽ ഒന്ന് ആഡ് ആക്കോ. എന്തിന്? പെണ്ണുങ്ങളെ നമ്പർ എടുക്കാനാ? എല്ലാ സഹോദര, പെണ്ണുങ്ങളെ നമ്പർ എടുക്കാനാണോ? ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് അങ്ങനെയൊക്കെ വന്നിട്ട് അവിടെ വാട്സപ്പിൽ? എത്ര നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നു, നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല? എന്റെ പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലേ? അതില് സ്ത്രീകൾ ഇതാണെന്നെ എത്ര പ്രാവശ്യം പറഞ്ഞു. ഒന്ന് ഹെൽപ്പാക്കൂ, അതിലേക്ക് ഒന്ന് ആഡാക്കൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല അത് നിങ്ങൾ സ്ത്രീകളാ അല്ല പുരുഷനാ, നിങ്ങൾ സ്ത്രീയാന്ന് ചോദിക്കുമ്പോ നിങ്ങൾ വോയിസ് ഇടുമ്പോ നിങ്ങൾ ഒരു സൗണ്ട് ആക്കി, ഒരു ആണിന്റെയും പെണ്ണിന്റെയും പ്രത്യേകിച്ച് സൗണ്ട് മനസ്സിലാവും. നിങ്ങളെന്ന് വിചാരിക്കുന്നത് പെണ്ണിന്റെ സൗണ്ട് മനസ്സിലാത്ത, ഇപ്പൊ ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് സ്ത്രീകളുടെ സൗണ്ട് എനിക്ക് മനസ്സിലാവും. അല്ലാണ്ട് നിങ്ങൾ മറ്റേ ഒരു വാട്സപ്പിൽ ചെയ്തിട്ടിട്ട് എനിക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചാൽ ഇതെന്താണ്, ഞാൻ എന്താണ് പൊട്ടിയാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര, നിങ്ങളോട് ഒരു കാര്യം പറയാണ്ട്, അങ്ങനത്തെ ഒരു ചതിയിൽ ഞാൻ പെടുത്തില്ല. ഒരു സ്ത്രീകളെയും വിളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ ഗ്രൂപ്പില്, എന്റെ വാട്സപ്പില് നമ്മളൊരു സ്വലാത്തിൽ ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്യാൻ ഞാൻ നിൽക്കില്ല, സമ്മതിക്കില്ല. അവരെന്നോട് പറയും, ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്പർ എടുക്ക എന്നോട് പറയും ചെയ്യും. സ്വലാത്ത് ചൊല്ലുന്ന നാവാണ്. ആ നാവിനെ നിങ്ങളായിട്ട് അതിലേക്ക് വരണ്ട. അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. എന്ത് ആകാശം അന്ന് ഇടിഞ്ഞു വീണാലും നിങ്ങളെ ഞാൻ അതിൽ ഏടാക്കില്ല. മനസ്സിലായില്ലേ? സ്ത്രീകളത് മാത്രാണ്. നിങ്ങളെ പുരുഷനെ ഞാൻ ഏടാക്കാൻ, സ്ത്രീകളെ വാട്സപ്പിൽ ഞാൻ നിങ്ങളെങ്ങനെ ഏടാക്കാം? അത് ആദ്യം മനസ്സിലാക്കണം കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ? എല്ലാവർക്കും അൽഹംദുലില്ലാ സുഖാണ് കേട്ടോ. അൽഹംദുലില്ലാ സുഖാണ്. എല്ലാവരും സുഖം നമ്മളോട് ചോദിക്കുന്നുണ്ടാവും, എന്നാലും അൽഹംദുലില്ലാ നമുക്കൊക്കെ സുഖാണ് കേട്ടോ. അൽഹംദുലില്ലാ സുഖാണ്. നല്ല വിശേഷം തന്നെയാണ്. എനിക്ക് ആണ്ടിന് പോകുന്നതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടിയിട്ട് ചെയ്തത് കേട്ടോ. അതുകൊണ്ട് എല്ലാവരോടും ക്ഷമിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ ആണ്ട് നമുക്ക് ആ സമയത്ത് തന്നെ ലൈവ് വേണം, പക്ഷെ അവിടെ ഉച്ച സമയത്താണ് ആണ്ട്. അതുകൊണ്ട് ഞാൻ രാവിലെ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക, നമ്മളെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. 2 കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? 10 സ്വലാത്ത് ചൊല്ലാനുള്ള 2 കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് 3-മത്തത് ഇസ്രാഫീൽ അലൈഹിസ്സലാം അവന്റെ തെറ്റുകുറ്റങ്ങൾ പുറത്തു കൊടുക്കുന്നത് വരെ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യും. 10 സ്വലാത്ത് ചൊല്ലാനുള്ള. നോക്ക്, ചിന്തിച്ചോക്ക്. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ അവന്റെ തെറ്റുകുറ്റങ്ങൾ, ഇസ്രാഫീൽ അലൈഹിസ്സലാം 3 അവന്റെ തെറ്റുകുറ്റങ്ങൾ പുറത്തു കൊടുക്കുന്നത് വരെ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യും 10 സ്വലാത്ത് ചൊല്ലുന്നവന്റെ. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ എത്ര വലിയ ഭാഗ്യം. അപ്പൊ 10 സ്വലാത്ത് നിങ്ങൾ ചൊല്ലില്ലേ? നിത്യമായി ചൊല്ലില്ല എന്റെ പ്രിയപ്പെട്ടവരെ? ഇന്ന് തിങ്കളാഴ്ച രാവായോണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക്കായിട്ട് വന്നത് കേട്ടോ.
സ്വലാത്തിനെ കുറിച്ച് മുത്തായ ഹബീബിന്റെ പേരിൽ ഓർമ്മപ്പെടുത്തലാണ്. തിങ്കളാഴ്ച രാവും ബാക്കിയുള്ള സലാത്തും ബാക്കിയുള്ള ദിവസങ്ങളിൽ ചൊല്ലണ്ടെന്നല്ല, എല്ലാ ദിവസവും ചൊല്ലണം. പക്ഷെ ഇന്നത്തെയും വെള്ളിയാഴ്ച രാവും തിങ്കളാഴ്ച രാവും പ്രത്യേകത, അത്രയും നല്ല പ്രതിഫലം, ഇരട്ടി പ്രതിഫലമാണ് നമ്മൾ ചൊല്ലുന്നതും ദ്വാ ചെയ്യുന്നതും എല്ലാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രത്യേകിച്ച് സ്വലാത്ത്, 10 സ്വലാത്ത്, ഒരു സ്വലാത്ത് ചൊല്ലിയാലുള്ള ഫലം നിങ്ങൾക്കറിയാല. ദിക്ർ പോലെയല്ല സ്വലാത്ത്. ഒരു സ്വലാത്ത് ചൊല്ലിയാലും പ്രതിഫലാണ്. അപ്പൊ 10 സ്വലാത്ത് ചൊല്ലിയാൽ എത്ര പ്രതിഫലാണെന്നറിയോ? നിങ്ങളത് മിസ്സാക്കല്ല. ഈ ഓഫർ അള്ളാഹു തരുന്നത്. നമ്മൾ അഥവാ മരണപ്പെട്ടിന് നമുക്ക് ഈ ഓഫർ ഉണ്ട്. നമ്മൾ ചിന്തിക്കും, നമ്മൾ അതിനു മുമ്പ് നമ്മൾ ഇത് ചൊല്ലി, ഒരു 10 സ്വലാത്തല്ലേ, അത് ചൊല്ലാൻ നമുക്ക് പണിയില്ല. നമ്മൾ കുറച്ച് സംസാരിക്കുന്നിടത്ത് നമുക്ക് 10 സ്വലാത്ത് ചൊല്ലി തീർക്കാം. ഒരുപാട് ചൊല്ലുന്നവർക്കല്ല ഇത് പറയുന്നത്. ചൊല്ലാത്ത ഒരു സ്വലാത്ത് പോലും മുത്തായ ഹബീബിന്റെ പേരിൽ ചൊല്ലാത്തവർക്കാണ് ഇന്നത്തെ ക്ലാസ്. ഇപ്പം എന്റെ മുത്തുമണികളെ, നിങ്ങൾ ഇന്ന് മുതൽ ഒരു 10 സ്വലാത്ത് ഇങ്ങ് ചൊല്ലി വെക്ക്. പിന്നെ നമ്മുടെ മരണസമയത്ത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 70,000. നമ്മൾ ഈ 3 മാസം കൊണ്ട് നമ്മൾ 70,000 പൂർത്തിയാക്കണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് മരണസമയത്ത് കൊണ്ടുപോകാൻ, തഹ്ലീൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അള്ളാഹു തആല സാധിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും എല്ലാം അള്ളാഹു മാറ്റി തരട്ടെ. ഒരുപാട് ആള് നമ്മുടെ വാട്സപ്പിൽ വന്ന് ദുആവസിയത്തോടെ വന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ലൈവിലും വന്ന് പറയുന്നുണ്ട്. റഹ്മാനെ, അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തീർത്തു കൊടുക്കണേ റഹ്മാനെ. ഈ തിങ്കളാഴ്ച രാവിന്റെ ബർക്കത്ത് കൊണ്ട്, റജബിന്റെ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. അല്ലാഹുവേ, ദുആ സ്വീകരിക്കണേ റഹ്മാനെ. നമ്മുടെ ലൈവിൽ വരുന്ന എല്ലാ സഹോദരന്മാർക്കും അല്ലാഹുവേ, എല്ലാ മറ്റുള്ള മതത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അല്ലാഹുവേ, നീ സമാധാനം കൊടുക്കണേ റഹ്മാനെ. അവർക്ക് ആഫിയത്തോടുള്ള ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു എല്ലാവരുടെയും വിഷമങ്ങൾ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണേ, രോഗങ്ങൾ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ശിഫയാക്കി കൊടുക്കണേ, അത് മരുന്നിലൂടെയായും ഹൈർ പ്രദാനം ചെയ്യണേ അല്ലാഹുവേ. ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. മരണസമയത്ത് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി സ്വർഗ്ഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. നമ്മളെ മുത്തായ ഹബീബിന്റെ പേര് സ്വലാത്ത് ചൊല്ലുന്ന നാവാക്കി തരണേ അല്ലാഹ്. അതിനുള്ള ആരോഗ്യം തരണേ, ആഫിയത്ത് തരണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാവരും ആമീൻ പറയണം കേട്ടോ. നിങ്ങൾ എല്ലാവരും ആമീൻ പറയണം. അടുത്തത് നമ്മൾ 3 പറഞ്ഞു, ഇനി 4 കാര്യമാണ് പറഞ്ഞത് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. 3 പറഞ്ഞു, 4ാമത്തെ കാര്യമാണ് കേട്ടോ. 4 ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്, അവനെ വാളിനേക്കാൾ മൂർച്ചയുള്ളതും മുടിയേക്കാൾ നേരിയതുമായ സിറാത്ത് എന്ന പാലത്തിലൂടെ അവന്റെ കൈ പിടിച്ച് കടത്തും. 10 സ്വലാത്ത് ചൊല്ലിയാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, 10 സ്വലാത്ത് ചൊല്ലിയാൽ സിറാത്ത് എന്ന പാലം നമുക്ക് കിടക്കണ്ടേ? നമ്മളെ സാധാരണ കോൺക്രീറ്റ് പാലല്ല ഇത് കേട്ടോ. ഇത് കോൺക്രീറ്റ് പാലല്ല. ഇതേത് പാലാണ്? സിറാത്ത് എന്ന പാലം. അറിയോ? സിറാത്ത് പാലം അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? മുസ്ലിങ്ങളോട് സിറാത്ത് പാലം അറിയാത്ത ആരുമില്ല അല്ലെ? അതിലൂടെ നമുക്ക് കടന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു കടത്തിവിടട്ടെ. അള്ളാഹു അതിന് കടത്തിവിടട്ടെ. റഹ്മാനു റഹീമായ അള്ളാഹു. ഇതെന്ന് വെച്ചാൽ നിങ്ങൾ സാധാരണ പാലല്ല കേട്ടോ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ. മറ്റുള്ള പാലത്തിൽ കിടക്കുന്ന വണ്ടി പോയിട്ട് പാലം കടക്കുന്ന പോലത്തെ സംഭവമല്ല ഇത്. ഇതിൽ കിടക്കണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്. നമ്മൾ ഈ ചൊല്ലുന്ന 10 സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയാൽ മാത്രമാണ്. ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്നവരുണ്ട്, എന്നാലും തീരെ ചൊല്ലാത്ത, ഒരു സ്വലാത്ത് പോലും ചൊല്ലാത്തവരോടാണ് എനിക്ക് പറയാനുള്ളത്. 10 സ്വലാത്ത് ചൊല്ലാൻ അവന് വാളിനേക്കാൾ മൂർച്ചയുള്ളതും വാളിനേക്കാൾ മൂർച്ച
മുടിയേക്കാൾ നേരിയതുമായ നമ്മുടെ തലമുടി അതിനേക്കാൾ നേരിയതെന്ന് പറയുന്നത് ചിന്തിച്ചു നോക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ചു നോക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, മുടിയേക്കാൾ നേരിയതുമായ സിറാത്ത് എന്ന പാലത്തിലൂടെ അവന്റെ കൈ പിടിച്ച് കടത്തിവിടും സ്വലാത്ത്. നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത്. അല്ലാഹുവേ, അങ്ങനെ സ്വലാത്ത് ചൊല്ലുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, നമ്മൾ സിറാത്ത് എന്ന പാലത്തിലൂടെ നമുക്ക് കടത്തിവിടാനുള്ള ഭാഗ്യം നമുക്ക് ഏവർക്കും നൽകണേ അല്ലാഹ്. റഹ്മാനു റഹീമായി എന്നും മുത്തായ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാനുള്ള നാവാക്കി മാറ്റണേ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരെയും അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ജന്നത്തിലെ കൂട്ടുകാരിലേക്ക് വന്നോളൂ. നമ്മളെ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ നമ്പർ എടുത്തിട്ട് വാട്സാപ്പ് ചെയ്യുക. വോയിസ് ഇടുക, കോൾ ആക്കരുത്. പ്രിയപ്പെട്ട സഹോദരിമാർക്ക് മാത്രമാണ് അതിൽ. ബാക്കിയുള്ള സഹോദരന്മാരൊക്കെ നിങ്ങൾ സ്ഥിരം നിത്യേന സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലാത്തവർ ഒന്നെങ്ങും ചൊല്ലണം. ഒരു ദിവസം പോട്ടെ, ഒരു 3 ചൊല്ലാൻ കഴിയുമെങ്കിൽ ചൊല്ലുക. എന്നിട്ട് എന്ത് ചെയ്യുക? സ്വലാത്ത് നിങ്ങൾ പതിവാക്കണം. പ്രിയപ്പെട്ടവർ, സ്വലാത്ത് പതിവാക്കുക. ആവർത്തിച്ച് പറയുന്നു. ഒരു 10 സ്വലാത്ത് നിങ്ങൾ ചൊല്ലാൻ മറക്കല്ല. എന്ത് ജോലി തിരക്കായില്ല. എനിക്ക് ഒരുപാട് ബിസിനസ്സാണ്, എനിക്ക് തിരക്കാണ്, നിങ്ങളോട് ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് തിരക്കുണ്ടോ? ഭക്ഷണം നിങ്ങൾ കൃത്യമായിട്ട് 3 നേരം കഴിക്കുമ്പോൾ ഒരു ഗ്യാപ്പിൽ ഒരു 10 സ്വലാത്ത് നിങ്ങൾ ചൊല്ലാൻ ശ്രമിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നിങ്ങൾ മറന്നു പോവുകയാണ്. നിങ്ങൾക്ക് ഇതിനൊക്കെ വേണ്ട. ഇതൊക്കെ നമ്മൾ എന്തിനു ജീവിക്കുക? നമ്മൾ കാലാകാലം വരെ ഈ ദുനിയാവ് ജീവിക്കും? ഇല്ലല്ലോ. ദുനിയാവിൽ നിങ്ങൾ കാലാകാലം ജീവിക്കില്ല. നമുക്ക് എന്തായാലും മരണപ്പെടണം. നമുക്ക് ഇതുപോലെ സംഭവത്തിൽ എല്ലാത്തിനും സിറാത്ത് എന്ന പാലം നമ്മൾ കിടക്കണം. എല്ലാം വേണം. നമുക്കത് കൃത്യമായിട്ട് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്യും. മുത്തായ ഹബീബിന്റെ പേരിൽ 10 സ്വലാത്ത് നിങ്ങൾ ചൊല്ലണം. സ്ഥിരമായിട്ട് ഞാൻ എന്നും നിയ്യത്ത് ചെയ്യുക. ഇന്ന് മുതൽ അല്ലാഹ്, ഞാൻ ഇനി മുതൽ 10 സ്വലാത്ത് എനിക്ക് ചൊല്ലാൻ, 10 സ്വലാത്ത് ഞാൻ ചൊല്ലും. അത്ര പെട്ടെന്ന് 10 സ്വലാത്ത് തീരും. ആ ഒരു 10 സ്വലാത്ത് നിങ്ങൾ ചൊല്ലുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നല്ല ആരോഗ്യം ലഭിക്കാനുള്ള ദുആ ആണ്. രാവിലെയും വൈകുന്നേരം 3 തവണ പതിവാക്കണം കേട്ടോ. അതും നിങ്ങളോട് പറയാൻ സലാത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കുക. ചെറിയ ദുആ ആണ് കേട്ടോ, വലിയ ദുആ ഒന്നല്ല. ഞാൻ നിങ്ങൾക്ക് വലിയ ദുആ എന്ന് പറഞ്ഞു തരുന്നില്ല. ഇന്ന് നിങ്ങൾ പഠിച്ചോളൂ. ഇന്നത്തെ നിങ്ങൾ ദുആ പഠിച്ചോളൂ. രാവിലെയും വൈകുന്നേരം 3 തവണ പതിവാക്കണം കേട്ടോ. ആ ദുആ അർത്ഥം അനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം. എന്ന് നിങ്ങൾക്ക് ദുആ ചെയ്യാത്ത ആളും ദുആ ചെയ്തിരിക്കും. ആ അർത്ഥം മനസ്സിലാക്കിയാൽ നിങ്ങൾ ദുആ ചെയ്യും. അപ്പോ ഇന്നത്തത് നിങ്ങൾ ഈ ദുആ നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ട എഴുതി വെക്കുന്നവരുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എഴുതി വെക്കണേ. എഴുതി വെക്കില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദര? എഴുതി വെക്കുന്നവരുണ്ട്. ഇന്നലത്തെ നമ്മൾ ഇങ്ങനെ ഒരു സൗന്ദര്യത്തിന്റെ കാര്യം പറഞ്ഞുതരും. ഇന്നലെ നമ്മൾ പിന്നെ എഴുതി വെച്ചവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എഴുതി വെക്കില്ലേ? എഴുതി വെക്കില്ലേ? അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എഴുതി വെക്കുക. അപ്പം ദുആ പറയുന്നത് പോലെ മനസ്സിലാക്കണം കേട്ടോ. ദുആ ഞാൻ പറഞ്ഞു തരുന്നത് എല്ലാം മനസ്സിലാക്കുക. അല്ലാഹുമ്മ ആഫിനി ബദനി ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അല്ലാഹുമ്മ ആഫിനി ബദനി, അല്ലാഹുമ്മ ആഫിനി ബദനി. ശ്രദ്ധിക്കണം. ഇതിൽ ഞാൻ എഴുതി വിടാം കേട്ടോ. അല്ലാഹുമ്മ ആഫിനി ബദനി. അപ്പൊ ഞാൻ സ്ക്രീനിൽ ഇട്ടുതരാം. അല്ലാഹുമ്മ ആഫിനി ബദനി, അല്ലാഹുമ്മ ആഫിനി ബദനി. അല്ലാഹുവേ, എന്റെ ശരീരത്തിന് ആരോഗ്യം നൽകണമേ. അല്ലാഹുവേ, എന്റെ ശരീരത്തിന് ആരോഗ്യം നൽകണമേ. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനിയാണ് കേട്ടോ. സോറി, ആരോഗ്യമില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയോ? അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി. അല്ലാഹുവേ, എന്റെ ശരീരത്തിന് ആരോഗ്യം നൽകണമേ. ആദ്യം
ആ ഒരു ദുആ 3 തവണ രാവിലെയും വൈകുന്നേരം പതിവാക്കണേ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ. പതിവാക്കണേ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ. അടുത്തത് അല്ലാഹുമ്മ ഹാഫിനി ഫീ സമഹി. 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 അല്ലാഹുവേ എന്റെ കേൾവിക്ക് ആരോഗ്യം നൽകണമേ. 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 അല്ലാഹുമ്മ ആഫിനി ബദനി. അല്ലാഹുമ്മ ആഫിനി ബദനി. അല്ലാഹുവേ എന്റെ ശരീരത്തിന് ആരോഗ്യം നൽകണമേ. അല്ലാഹുവേ എന്റെ ശരീരത്തിന് ആരോഗ്യം നൽകണമേ. എന്തൊരു ദുആണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ഈ ദുആ നിങ്ങൾ എഴുതിയെടുത്തോളൂ. എല്ലാ ദിവസവും നമുക്ക് കാഴ്ച വേണം, കേൾവി ശക്തി വേണം. ഒരുപാട് ആള് കാഴ്ചയില്ലാണ്ടും കേൾക്കാത്തവരുമുണ്ട്, ആരോഗ്യമില്ലാത്ത ഒന്നിനും നമുക്ക് അധ്വാനിക്കാൻ പോലും, സ്വന്തമായിട്ട് തന്നെ അധ്വാനിക്കാൻ പോലും കഴിയാത്ത ഒരുപാട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുണ്ട്. അവർക്ക് പറ്റിയ ദുആണ്. അവർക്ക് മാത്രല്ല എല്ലാവർക്കും ഇത് വേണം. കാഴ്ചയില്ലാണ്ട് നമുക്ക് നടക്കാൻ പറ്റുമോ? കേൾവി വേണ്ടേ? നമുക്ക് ഇന്ന് അൽഹംദുലില്ലാഹ് കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്, ആരോഗ്യമുണ്ട്. ആരോഗ്യം നിലനിർത്തണോ എന്റെ പ്രിയപ്പെട്ടവരെ? എന്താണ്? അല്ലാഹുമ്മ ആഫിനി ബദനി. അല്ലാഹുവേ എന്റെ ശരീരത്തിന് ആരോഗ്യം നൽകണമേ. അല്ലാഹുമ്മ ആഫിനി ഫീ സമഹി. അല്ലാഹുവേ എന്റെ കേൾവിക്ക് ആരോഗ്യം നൽകണമേ. അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി. അല്ലാഹുവേ എനിക്ക് കാഴ്ചയിൽ ആരോഗ്യം നൽകണമേ. എന്തൊരു ദുആണ് എന്റെ പ്രിയപ്പെട്ടവരെ. രാവിലെയും വൈകുന്നേരം 3 തവണ പതിവാക്കൂ. ഈ ഒരു ദുആ നിങ്ങൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യണം കേട്ടോ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ദുആ പതിവാക്കണം, എഴുതിയെടുക്കുക. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി. അല്ലാഹുമ്മ ആഫിനി ഫീ സമഹി. അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി. എഴുതിയെടുക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ എന്റെ ശരീരത്തിന് ആരോഗ്യം നൽകണമേ. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി. അല്ലാഹുവേ എന്റെ ശരീരത്തിന് ആരോഗ്യം നൽകണമേ. അല്ലാഹുമ്മ ആഫിനി ഫീ സമഹി. അല്ലാഹുവേ എന്റെ കേൾവിക്ക് ആരോഗ്യം നൽകണമേ. അല്ലാഹുവേ ആഫിനി ഫീ ബസരി. അല്ലാഹുവേ എനിക്ക് കാഴ്ചയിൽ ആരോഗ്യം നൽകണമേ. എത്ര നല്ല ദുആണ് എന്റെ പ്രിയപ്പെട്ടവരെ. അപ്പം 2 കാര്യങ്ങളാണ് ഇന്നത്തെ ലൈവിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന്, നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള ദുആ. ഒന്ന് നമ്മുടെ സ്വലാത്ത്, മുത്തായ ഹബീബിന്റെ പേരിൽ 10 സ്വലാത്ത്. അത് നിങ്ങൾ ജീവിതത്തിൽ നിത്യേന പതിവാക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ദുആ. നമ്മളെ കാഴ്ച ശക്തിക്ക്, കണ്ണിന്, നമ്മുടെ ശരീരം മൊത്തത്തിൽ ആരോഗ്യം വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ദുആ നിങ്ങൾ പതിവാക്കില്ല എന്റെ പ്രിയപ്പെട്ടവരെ. ഈ ഒരു ദുആ നിങ്ങൾ പതിവാക്കില്ലേ? ഈ ഒരു ദുആ നിങ്ങൾ പതിവാക്കില്ലേ? പതിവാക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. ലാസ്റ്റ് ലാ ഇലാഹ ഇല്ലാ അന്ത്. നീയല്ലാതെ ഒരു ദൈവവുമില്ല. ലാസ്റ്റ് ലാ ഇലാഹ ഇല്ലാ അന്ത്. നീയല്ലാത്ത ഒരു ദൈവവുമില്ല. ശരിയല്ലേ?
അതിലല്ലാത്ത ആരാ ഉള്ളേ? അപ്പം ഇന്നത്തെ കാര്യം ഇതാണ് കേട്ടോ. വലിയ നമ്മൾ ഒരുപാട് സമയം നീട്ടുന്നില്ല. ഇന്ന് വേഗം ഞാൻ നിർത്തിയാണ്. എനിക്ക് പോവാനുണ്ട്, എനിക്ക് ആണ്ടിന് പോവണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് ഉച്ചക്കാണല്ലോ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിത്യേന പതിവാക്കുക. 10 സ്വലാത്ത് ചൊല്ലിയാനുള്ള നേട്ടങ്ങളൊക്കെ പറഞ്ഞു അല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ? 10 സ്വലാത്ത് ചൊല്ലിയാനുള്ള നേട്ടങ്ങൾ ഞാൻ എല്ലാം പറഞ്ഞതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് പറഞ്ഞു. ഇനി ദുആന്റെ കാര്യം പറയും. കേൾവിക്ക് വേണ്ടിയിട്ടും കാഴ്ചക്ക് വേണ്ടിയിട്ടും നമുക്ക് മൊത്തത്തിൽ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും എല്ലാം പറഞ്ഞു. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഒരു ദൈവവുമില്ല. അള്ളാഹു എല്ലാവരെയും ദുആയിൽ നമ്മളെപ്പോഴും ഇതൊക്കെ ഈ ദുആ ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും തരട്ടെ. എന്നും ഒരുപാട് അനുഭവിക്കാത്ത ശക്തിക്ക് അനുഭവിക്കുന്നവരുണ്ട്, കേൾക്കാത്തവരുണ്ട്, ഒരുപാട് ആളുണ്ട്. അള്ളാഹുവേ, എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മാക്ക് ചെവി കേൾക്കില്ല, അത് ഒരുപാട് കൊല്ലായി പ്രയാസപ്പെടുന്നു, ശ്വാസം മുട്ടൽ. അള്ളാഹു എൻ്റെ മാതാപിതാക്കൾക്കും എല്ലാവരുടെ മാതാപിതാക്കൾക്കും അള്ളാഹു ആഫിയത്തോടുള്ള ആരോഗ്യവും ദീർഘായുസ്സിട്ട് കൊടുക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ എല്ലാവരും പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. ഈ ദുആ നിങ്ങളെ സ്ക്രീനിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എഴുതിയിട്ട് നിങ്ങൾ അതേപോലെ ഞാൻ പറയുമ്പോൾ തന്നെ സ്ക്രീനിലേക്ക് വരും. അപ്പം ഇൻഷാ അല്ലാഹ് നിങ്ങൾ പതിവാക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ, മറക്കരുത്. നിങ്ങൾ തീർച്ചയായിട്ടും പതിവാക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ ലൈവ് നിർത്തിയാണ് കേട്ടോ. എല്ലാവരോടും നമ്മളായിട്ട് ഒന്നും നിങ്ങളെ വേദനിപ്പിച്ചിട്ടില്ല. നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചോളൂ, എല്ലാ ലൈവ് എടുത്ത് നോക്കുക. നിങ്ങളെ ഞാൻ ഒരാളും വേദനിപ്പിച്ചിട്ടില്ല. നിങ്ങൾ നമ്മളെ വേദനിപ്പിക്കാണ്ടിരുന്നാൽ മതി. നമ്മൾ അങ്ങനെ നല്ല രീതിയിൽ പോയിക്കോട്ടെ. നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ ഇന്ന് വരെ പോയത്. ഇനിയും അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും എനിക്ക് തരട്ടെ. നിങ്ങളെ മുന്നിൽ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ള ആരോഗ്യം, ആഫിയത്ത്, ദീർഘായുസ്സും എനിക്ക് ഇട്ട് തരട്ടെ. അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സമാധാനം തരട്ടെ. ഇന്ന് നമ്മളെ അഡ്മിൻ ഷഫ്നയുടെ മൂത്താപ്പ മരണപ്പെട്ടു. അത് നമ്മുടെ ഷഫ്നാന്റെ ഉപ്പാന്റെ ഏട്ടൻ ബ്രദർ ഇന്ന് മരണപ്പെട്ടു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവേ 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 അവരെ ഖബറിട നീ വിശാലമാക്കി സ്വർഗ്ഗപൂന്തോപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ അല്ലാഹുവേ അവരെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹ് നീ പുറത്തു കൊടുക്കണേ. അല്ലാഹ് അവരെ ഖബറിനെ സ്വർഗ്ഗപൂന്തോപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവെ നമ്മൾ ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് നമ്മുടെ ഗ്രൂപ്പിൽ വസിയത്ത് അവർക്ക് ദിക്ർ തഹലീലൊക്കെ ചൊല്ലാൻ. ഇതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ടവരെ. നമ്മൾ ആരെങ്കിലും നമ്മുടെ കുടുംബത്തിൽ മരണപ്പെട്ടാലും നമ്മളെ ചൊല്ലുന്ന ഗ്രൂപ്പിൽ നമ്മളെ തഹലീലൊക്കെ അവരെ ഖബറിലേക്ക് എത്തും, പ്രകാശമുണ്ടാകും. അപ്പോ എല്ലാവരും കഴിയുന്നവര് അവർക്ക് വേണ്ടിയിട്ട് ദിക്റും ഫാത്തിഹയും യാസീനൊക്കെ ഓതാം. നമ്മൾ മറ്റുള്ളവർക്ക് ചൊല്ലുമ്പോൾ ഒരു വസിയത്ത് ചെയ്യുമ്പോൾ നമുക്കും നാളെ ചൊല്ലാൻ ആൾക്കാരുണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും പരമാവധി എൻ്റെ പ്രിയപ്പെട്ടവരെ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ദുആ ചെയ്യണം. നമ്മൾ മരണപ്പെട്ടാലും നമുക്ക് വേണ്ടിയിട്ട് ദുആവും പിന്നെ തഹലീലും ഒക്കെ ചൊല്ലാൻ ആളുണ്ടാവും കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് അതാണ് ഏറ്റവും വലിയ ഹയർ എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ഞാൻ നിർത്തുകയാണ് എൻ്റെ പ്രിയപ്പെട്ട. ഒരുപാടൊന്നും സമയം എനിക്ക് ഇരിക്കാൻ ആവില്ല. ഒരുപാട് മക്കളെയൊക്കെ കുളിപ്പിച്ച് കൊടുക്കാനും പോവാനും ഒക്കെ ഉണ്ട്. നിങ്ങളെ പ്രാർത്ഥനയും നമ്മളെ ഉൾപ്പെടുത്തണം കേട്ടോ. ഇൻഷാ അല്ലാഹ് നാളത്തെ ലൈവിൽ ഇൻഷാ അല്ലാഹ് നല്ലൊരു അറിവായിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരാം. എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആമീനൊക്കെ പറയണം എൻ്റെ പ്രിയപ്പെട്ടവരെ. തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ലൈവിൽ കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.